നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. നെയ്മർ തന്നെ തൻ്റെ ഫിസിക്കൽ പെർഫോമൻസിൻ്റെ റിപ്പോർട്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ട് ആവേശം കൊള്ളുകയാണ്. സെക്കൻഡ് ഗെയിം പോസ്റ്റ് സർജറി, കീപ്പ് ഇവോൾവിങ്. വെറും രണ്ടാമത്തെ കളി മാത്രമേ ആയിട്ടുള്ളൂ. സർജറിക്ക് ശേഷമുള്ള രണ്ടാമത്തെ കളി മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഇങ്ങനെ ഞാൻ ഇവോൾവ് ചെയ്തു വരികയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് സാൻഡോസിൻ്റെ ഫിസിക്കൽ പെർഫോമൻസ് റിപ്പോർട്ട് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പരസ്യപ്പെടുത്തുകയാണ്. നവറസെൻറ്റീനയ്ക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം കളിച്ചു. അതിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെയും കണക്ക് വെച്ചുകൊണ്ട് എത്രാം സ്ഥാനത്താണ് എന്നുള്ളത് വരുന്നതാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ നെയ്മർ ജൂനിയറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയ ഹാപ്പിയിലാണ്. ആരാധകർക്കും തീർച്ചയായിട്ടും അതിനൊരു സന്തോഷമുണ്ട്. കാരണം നെയ്മർ മടങ്ങിയെത്തിയിട്ട് അദ്ദേഹം കളിച്ചല്ലോ, 90 മിനിറ്റ് കളിച്ചല്ലോ. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്, ഗെയിം റിതം എങ്ങനെയായിരുന്നു എന്ന കാര്യത്തിൽ ചില തർക്കങ്ങളും എതിർപ്പുകളും ഒക്കെ ബ്രസീലിയൻ മാധ്യമപ്രവർത്തകരും മറ്റുമൊക്കെ ഉന്നയിക്കുമ്പോഴും അദ്ദേഹം കളിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് ആരാധകർക്ക്. 90 മിനിറ്റ് ഉണ്ടല്ലോ എന്നുള്ളത്, കളിച്ചല്ലോ എന്നുള്ളത്. അപ്പോൾ അതിൽ ഓരോ കാര്യത്തിലും ഇപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് അദ്ദേഹം കവർ ചെയ്ത് നോക്കുമ്പോൾ അദ്ദേഹം ടീമിൽ 4-ാം സ്ഥാനത്താണ് വരുന്നത്. 10.792 കിലോമീറ്റർ കവർ ചെയ്തുകൊണ്ട് എസ്കോബാറാണ് 1-ാം സ്ഥാനത്തെങ്കിൽ നെയ്മർ ജൂനിയർ 4-ാം സ്ഥാനത്ത് വരുന്നുണ്ട്, 9.513. സോ മോശമല്ലാത്തൊരു ഫിസിക്കൽ ആക്ടിവിറ്റി അവിടെ നടന്നിട്ടുണ്ട് എന്നർത്ഥം. അതുപോലെ തന്നെ ഹൈ ഇൻറ്റൻസിറ്റി ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ആ കാര്യത്തിലും നെയ്മർ ജൂനിയർ വരുന്നുണ്ട് 4-ാം സ്ഥാനത്ത്. ഈ ഗോറാണ് 1-ാം സ്ഥാനത്ത് വരുന്നത്. അദ്ദേഹം 1065 ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡാറ്റയിൽ വരുന്നത്, നെയ്മറുടെ കാര്യത്തിൽ വരുന്നത് 768. വേഗത്തിലുള്ള ആ ഒരു കവറിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. അത്രയും മീറ്റർ അദ്ദേഹം അതിവേഗത്തിൽ കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ടോപ്പ് സ്പീഡ്, കളിയിൽ സ്പീഡ് എടുത്തതിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ നെയ്മർ ജൂനിയർ ആ കാര്യത്തിൽ 2-ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. നെയ്മർ അതും കൃത്യമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. ടോപ്പ് സ്പീഡ്, മാക്സിമം സ്പീഡ് കിലോമീറ്റർ പെർ അവർ നോക്കുകയാണെങ്കിൽ 32.5 കിലോമീറ്റർ പെർ അവർ എന്നത് റോണിയാണ് ഒന്നാമതെങ്കിൽ നെയ്മർ ജൂനിയർ 32.1 2-ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്പർ ഓഫ് സ്പ്രിൻസ്, അദ്ദേഹത്തിൻ്റെ റണ്ണിൻ്റെ കാര്യത്തിൽ നമ്പർ ഓഫ് സ്പ്രിൻസ് നോക്കുകയാണെങ്കിൽ ഓട്ടത്തിൻ്റെ കാര്യത്തിൽ അതിവേഗത്തിലുള്ള കുതിപ്പിൻ്റെ കാര്യത്തിൽ നെയ്മർ ജൂനിയർ 2-ാമത് വരുന്നുണ്ട്. ഒന്നാമത് റോണി 19, നെയ്മർ ജൂനിയർ 13 2-ാം സ്ഥാനത്ത് വരുന്നുണ്ട്. ഇനി ആക്സലറേഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ നെയ്മർ ജൂനിയർ 4-ാം സ്ഥാനത്ത് വരുന്നുണ്ട്. ചുരുക്കത്തിൽ പോസ്റ്റ് സർജറി വെറും സെക്കൻഡ് മാച്ച് മാത്രമേ ആയിട്ടുള്ളൂ. അവിടെയാണ് അദ്ദേഹം ഇത്ര മികച്ച രൂപത്തിൽ ഫിസിക്കലി പെർഫോം ചെയ്യുന്നത്. കളികൾ ഇനിയും പിന്നാലെ വരുമ്പോൾ അദ്ദേഹം കൂടുതൽ മികവിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിൽ ആരാധകരെ കാത്തിരിപ്പാണ്. ഏതായാലും നെയ്മറും ആഗ്രഹിക്കുന്നു എത്രയും പെട്ടെന്ന് തൻ്റെ ഫോമിൻ്റെ പാരമ്യതയിലേക്ക് വന്ന് ബ്രസീലിയൻ ദേശീയ ടീമിൽ കളിക്കാനുള്ളൊരു അവസരം ലഭിക്കുക എന്നുള്ളത്. മാർച്ച് മാസത്തിലെ കോളപ്പിന് മുമ്പ് ഇനിയിപ്പോൾ 1-2 മത്സരങ്ങളൊക്കെ മാത്രമേ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് കാർലോ ആഞ്ചലോട്ടി കൺവിൻസ്ഡ് ആകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. വാസ്കോ ഡി ഗാമയ്ക്കെതിരെയാണ് അടുത്ത മത്സരം. സീരിയയിലെ പോരാട്ടമാണത്. ഫെബ്രുവരി 27 പുലർച്ചെ ഇന്ത്യൻ സമയം 3:30 ആ കളി നടക്കുക. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.